പരിഭാഷ ഇയാളെ പരിഭാഷയിലും ഇയാൾ പറഞ്ഞിരിക്കണു. ഇയാളെ പരിഭാഷയിലും ഇത് നോണ പറഞ്ഞാലേ നോണ തിരുത്തിയ തിരിവില്ല. ഇതിപ്പോ പുതിയ പരിഭാഷ ഒക്കെ വാങ്ങിയപ്പോ ഞങ്ങൾ വിലയെടുത്താണ്ട് ഇപ്പൊ തന്നെ പണി. 23-ാമത്തെ പേജ് 4-ാം പള്ളിയും ഖുർആന്റെ വെളിച്ചം. ഏതാ സൂറത്ത് എന്നറിയോ? സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നോട്ടോളിയും ഇതാ: തീർച്ചയായും മനുഷ്യരിൽ നിന്നുള്ള ചില ആളുകൾ രക്ഷ തേടിയിരുന്നു ജിന്നുകളിൽ നിന്നുള്ള ചില ആളുകളോട്, അതുപോലെ അവർക്ക് അഹംഭാവവും ധിക്കാരവും വർദ്ധിപ്പിച്ചു. എന്നിട്ട് പറയാ വിശദീകരണം: ജിന്നുകളെ വിളിച്ചു തേടുകയും അവരെ പൂജിക്കുകയും സേവ ചെയ്യുകയും ചെയ്തവരെ സഹായിക്കുവാൻ ജിന്നുകൾക്ക് സാധിച്ചതുമില്ല. പ്രത്യുത അഹംഭാവവും അഹങ്കാരവും ധിക്കാരവും വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല. സൂറത്ത് കഹ്ഫിൽ 51-ാം സൂക്തത്തിലും ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു. ഇയാളെ പൊട്ടത്തറ അള്ളാന്റെ പേരിൽ ചാർജ്. വഴിതെറ്റിക്കുന്ന പിശാചുക്കളെ മനുഷ്യരുടെ സഹായിയായി ഞാൻ ആക്കിയിട്ടില്ല എന്നാണ് ഈ സൂക്തത്തിന് ജലാലൈനിയിൽ നൽകുന്ന അർത്ഥം. ഇപ്പൊ ജലാലൈനികൾ തിരുത്തിയല്ലോ, പിൻവലിക്കടോ. ഇത് പച്ചിരുത്തിന്റെ പരമ്പര വരട്ടെ, ഈ ബുക്കിലുള്ള തിരുത്ത് മാത്രം കാക്കേണ്ടി വരും. ആയത്തും ഞങ്ങളെ കളി. ഇതിന് ചെറിയമുണ്ടം കുറച്ച് അടുത്ത് നോക്കിക്കോളൂ. വ്യക്തമായി തന്നെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനാകട്ടെ അവരുടെ തന്നെ സൃഷ്ടിപ്പിനാകട്ടെ നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല. വഴിപിഴപ്പിക്കുന്നവരെ ഞാൻ സഹായികളായി സ്വീകരിക്കുന്നവനല്ലതാനും. എന്നിട്ട് അടിക്കുറിപ്പ്: അള്ളാഹുവിനൊരു സഹായിയുടെയും ആവശ്യമില്ല. വഴിപിഴപ്പിക്കുന്ന പിശാചുക്കളെ അള്ളാഹു സഹായികളായി സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇയാളെന്താക്കി? അല്ല സഹായിയാക്കുലാന്നിന് അല്ല മനുഷ്യന് സഹായിയായി നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇയാളുടെ സ്വന്തം വക തിരുത്തി. ഈ തിരുത്തില് ഒരുപാട് വേറി പറയാണ്ട് തൽക്കാലം അത് മാത്രം ഞാൻ പറയാണ്. ചുരുക്കത്തിൽ അള്ളാഹു പിശാച് അവന്റെ ആളുകളെ സഹായിക്കുന്നോ, മലക്ക് മനുഷ്യരെ മൊത്തത്തിൽ സഹായിക്കുന്നോ വിചാരിച്ചാൽ തന്നെ ശിർക്കായി, അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. കണ്ടോ? അപ്പൊ ആരൊക്കെ മുശ്രിക്കായി? സുഹൃത്തുക്കളെ, മലക്കുകളെപ്പോ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം എന്താ? മലക്കുകൾക്ക് അതിന് കഴിവ് കൊടുത്തിട്ടില്ല. ജിന്നുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല, കാരണം ജിന്നുകൾക്ക് അതിന് കഴിവ് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അല്ല എന്തേ കൽപ്പിച്ചു, അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോ ഒരാൾ ചോദിക്കാണ്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല. സത്യനിഷേധികൾക്ക് ശൈത്താന്മാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായത്തിന് കിട്ടുന്ന ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. അവരുമായി നമുക്ക് ബന്ധപ്പെടാനോ അവരെ ഉപയോഗപ്പെടുത്താനോ നമുക്ക് യാതൊരു സാധ്യതയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണ്. ഇപ്പോ വിജനപ്രദേശത്ത് ചെന്നാൽ യാ ഇബാദല്ലാഹിനൂനി നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ അവിടെയുള്ള മലക്കളും ജിന്നുകളും ആയിരിക്കാമെന്ന് ചില മുഹദ്ദിസുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ചെറിയമുണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് പ്രാർത്ഥനയല്ല, കാരണം അവരെ കഴിവിൽപ്പെട്ട സഹായമാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ മലക്കുകളോ ജിന്നുകളോ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാകും എന്നാണ് ഇവര് പറഞ്ഞത്. സുഹൃത്തുക്കളെ, എന്താണ് ഈ വിഷയത്തിലുള്ള തർക്കം? കോയക്കുട്ടി ഫാറൂഖി തന്നെ എഴുതുന്നത് കേട്ടോളൂ. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഈ സുല്ലമി ഇപ്പൊ പറഞ്ഞെന്താണ്? ജിന്നുകൾക്ക് അങ്ങനെ അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാവുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ സുല്ലമി മുസ്ലിം അല്ല. ഏതനുസരിച്ച്? കോയക്കുട്ടി ഫാറൂഖിന്റെ അനുസരിച്ച്. ഇനിയും കേട്ടോളൂ. ജിന്നുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്ക് വാദമില്ല. പിന്നെന്താണ് സുന്നികളും നമ്മൾ തമ്മിലുള്ള തർക്കം? കേട്ടോളി. അദൃശ്യ കഴിവുകളും ആത്മീയ ശക്തികളും ജിന്നുകൾക്കും മലക്കുകൾക്കും നബിമാർക്കും മഹാത്മാക്കൾക്കും ഉണ്ടോ ഇല്ലേ എന്നതോ, ആ കഴിവുകൾ ഉപയോഗിച്ച് അവർ വല്ലതും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതുമല്ല മുജാഹിദ് സുന്നി തർക്കത്തിന്റെ മർമ്മം. മറിച്ച് ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ, കേട്ടാൽ തന്നെ ഉത്തരം നൽകുമോ, പരിഹാരമുണ്ടാകുമോ, ഇതിനാണ് മുസ്ലിയാർ വളച്ചുകെട്ടില്ലാതെ മറുപടി പറയേണ്ടത്. അപ്പൊ ജിന്നുകൾക്ക് അങ്ങനെ കഴിവുണ്ടായിരിക്കാം, മലക്കൾക്ക് കഴിവുണ്ടായിരിക്കാം, പക്ഷെ അവരെ വിളിച്ചു തേടാൻ പാടുണ്ടോ ഇല്ലേ, അതാണ് തർക്കം. അപ്പൊ ജിന്നുകൾക്ക് അങ്ങനെ കഴിവുണ്ട്, മനുഷ്യരെ സഹായിക്കാനുള്ള കഴിവുണ്ട്. ഏത് ജിന്നുകൾ? കാഫിർ ജിന്ന് കാഫിറുകളെ സഹായിക്കും. മലക്കുകൾ എല്ലാ മനുഷ്യന്മാരെയും സഹായിക്കും. സുല്ലമി പോലും പറഞ്ഞു അള്ളാഹു വെച്ചിട്ടുള്ള രക്ഷാ ഏർപ്പാടുകൾ വിവരിക്കുകയാണ്. എല്ലാ ആപത്തുകളിൽ നിന്നും മലക്കുകൾ രക്ഷിക്കും. ഇയാൾ ശവാബ് പറഞ്ഞതോ ഒരിക്കലെങ്കിലും സഹായിക്കുന്നു വിചാരിച്ചാൽ മുശ്രിക്കായി. ആരെങ്കിലും സഹായിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. അപ്പൊ ഇയാളെ വാക്കുകൊണ്ട് ഇയാൾ തന്നെ മുശ്രിക്കായി.
വല്ലാത്തൊരു ഗുലുമാലുള്ള തൗഹീദ് തന്നെ ഈ മടവൂരിയുള്ള തൗഹീദ്. ഒരാൾക്കും തിരിയാത്തൊരു തൗഹീദ്. മലക്കുകൾ സഹായിക്കുന്നു വിശ്വസിച്ചാൽ മുശ്രിക്കായി, ശൈത്താൻ സഹായിക്കുന്നു അവന്റെ ആളുകളെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ് ഇയാൾ തട്ടിവിടുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ആരൊക്കെ മുശ്രിക്കായി എന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, പിശാചുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, പല സഹായങ്ങളും അവന്റെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെ കണക്കനുസരിച്ച് ഡോക്ടർ ഉസ്മാൻ സാഹിബും മുശ്രിക്കായി. ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞ സൽസബീൽ നിന്ന് ഇന്നലെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തിലും അദ്ദേഹം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം ഇന്നും യുവതയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് ഇത് പിന്നെയും പിന്നെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഇതാ കേട്ടോളൂ, ഇങ്ങനെ ആരാധനയിലൂടെ പിശാചിന്റെ മിത്രങ്ങളായി മാറുന്നവർക്ക് പിശാചിൽ നിന്നുള്ള ചില ഉപകാരങ്ങളും ലഭിച്ചേക്കും. പൈശാചിക ബോധനങ്ങൾ കിട്ടുകയും തങ്ങൾ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നുവെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. കണ്ടോ, പിശാചിനെ സേവിച്ചവർക്ക് പിശാച് വഹ്യൊടുക്കുന്നു. ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞു, ഉസ്മാൻ ഡോക്ടർ പറയാ, ആരെങ്കിലും അവരെ വല്ല കാര്യത്തിനും കാണാൻ വന്നാൽ എവിടെ നിന്ന് എന്താവശ്യത്തിന് വരുന്നു എന്നും മറ്റും അവർ അഡ്വാൻസ് ആയി പറഞ്ഞൊപ്പിച്ചു കളയും. അവർ അദൃശ്യ കാര്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ പ്രത്യേക ആളുകളാണെന്ന് ജനം ധരിച്ചേക്കുകയും ചെയ്യും. ഈ കള്ള ദിവ്യന്മാരുടെ പിശാചുക്കളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചില്ലറ ഉപകാരങ്ങളാണിതെല്ലാം. അപ്പൊ ഇത് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. അപ്പൊ വിൽക്കുന്ന യുവതക്കാർ ശിർക്ക് പ്രചരിപ്പിക്കുകയാണോ? കഴിഞ്ഞ ആഴ്ച കൂടെ അവിടെ പോയിട്ട് ബില്ലടക്കം ഞങ്ങൾ വാങ്ങിച്ചു. വെറുതെ നല്ല. ഇനി സുഹൃത്തുക്കളെ, ഇവരിപ്പോ നമ്മളെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന എന്താന്ന് നിങ്ങള്, അദൃശ്യം അല്ലാഹുക്ക് മാത്രമേ അറിയൂന്ന ഇത്ര കാലം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇവർ പറയുന്നു ജിന്നുകൾക്കും അദൃശ്യം അറിയുന്നു. എന്താണ് അദൃശ്യം തന്നെ ഈ സുല്ലമിക്ക് മനസ്സിലായിട്ടില്ല. അദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തത് തന്നെ. അദൃശ്യത്തെ കുറിച്ച് ഗൈബിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പുസ്തകം എഴുതിയിട്ടുണ്ട്. KNM ബഷീർ പുസ്തകമാണ്. അതിൽ